ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ അടുത്ത സ്റ്റിച്ച് പഠിക്കാം. അതായത് സിംഗിൾ ക്രോഷേ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്ക് പഠിക്കാം. സിംഗിൾ ക്രോഷേ ബേസിക്കായിട്ട് നമ്മൾ എല്ലാ ചെയിൻ സ്റ്റിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്നത് സിംഗിൾ ക്രോഷേ ആണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. സിംഗിൾ ക്രോഷേ നമുക്ക് എല്ലാത്തിലും ആവശ്യം വരുന്ന ഒരു സ്റ്റിച്ചാണ്. അപ്പം അതെങ്ങനെ ചെയ്യാൻ നോക്കാം. സൈഡിൽ ഞാൻ അതിൻ്റെ ഒരു പിക്ചറിൽ നമുക്ക് എങ്ങനെയാണ് ചെയിൻ സ്റ്റിച്ച് ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റുകയെന്നുള്ളതിൻ്റെ സിമ്പൽ, അതുപോലെ തന്നെ അതിൻ്റെ ഷോർട്ട് ഫോമും ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ചെയിൻ സ്റ്റിച്ച് ഇടുകയാണ്. ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ടേ നമുക്ക് സിംഗിൾ ക്രോഷേ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പം ഇത് 3 mm ക്രോഷേ നീഡിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. 3 ക്രോഷേ നീഡിലാണ്. അപ്പം ആദ്യം സിംഗിൾ ക്രോഷേ ചെയ്യാം. 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 എടുക്കാം. ഇതിൽ സിംഗിൾ ക്രോഷേ ഒരു 2-3 ലെയറായിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളതും കൂടി ഇന്ന് തന്നെ കാണിച്ചു തരും. അപ്പം ആദ്യം നമ്മൾ 20 ഇട്ടു. അപ്പോൾ 20 സ്റ്റിച്ച് നമുക്ക് സിംഗിൾ ക്രോഷേ വരണമെന്നുണ്ടെങ്കിൽ 21 ചെയിൻ സ്റ്റിച്ച് വേണം. അപ്പോൾ 21ാമത്തെ ചെയിൻ സ്റ്റിച്ചിൽ നമ്മൾ കൂട്ടൂല. ഈ 20ാമത്തേന്ന് തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഈ ചെയിൻ സ്റ്റിച്ചിൽ നിന്ന് ഇത് കണ്ടോ, 2 എണ്ണം ഇല്ലേ, ഈ 2 എണ്ണത്തിൽ നിന്ന് നമ്മൾ ഒന്നിലൂടെ എടുക്കണം. എന്നിട്ട് അതിൽ കൂടെ ഒരു നൂല് വലിക്കുക. ഈ 2നെയും കൂടിയിട്ട് ഒന്നിലാക്കുക. ഇതാണ് സിംഗിൾ ക്രോഷേ. വീണ്ടും അടുത്തതിലെടുക്കുക. ഇങ്ങനെ 2 എണ്ണത്തിന് ഈ നൂല് ഇതിൻ്റെ ഉള്ളിൽ കൂടെ വലിക്കുക. ഈ 2 എണ്ണം നൂലിൽ കാണുന്നതിൽ ഒന്നിനെ ബാക്കത്തെ ഇതിനെടുക്കുക. ഇപ്പോൾ 2 എണ്ണം നമ്മുടെ നീഡിൽ വരുന്നുണ്ട്. ഇതിൽ നമ്മൾ ഇങ്ങനെ വരയ്ക്കാം. 2 എണ്ണത്തിനും കൂടെ ഉള്ളിൽ വരയ്ക്കാം. വീണ്ടും ഈ 2 എണ്ണത്തിൽ ഒന്നിനെടുക്കുക, ഇങ്ങനെ കൊടുക്കുക, വീണ്ടും ഇങ്ങനെ എടുക്കുക. നമ്മുടെ ഈ കയ്യിൻ്റെ സൈഡിലായിട്ട് വരുന്ന നൂലിനെയാണ് നമ്മൾ എടുക്കേണ്ടത്. ഇതിനുള്ളിൽ കൂടെ എടുക്കുക. അങ്ങനെയാണ് സിംഗിൾ ക്രോഷേ ചെയ്യുക. സിംഗിൾ ക്രോഷേ സിമ്പിളാണ്. അതിൽ കൂടെ ഒരു നൂല് നമ്മൾ എടുക്കുന്നു. ഇതിലൂടെ ഹുക്ക് എടുക്കുക, ഒരു നൂലെടുക്കുക. ഇതാ ഈ 2 നൂലിൽ കൂടെ ഒരു നൂലെടുക്കുക. അപ്പം ഇങ്ങനെയാണ് സിംഗിൾ ക്രോഷേ ചെയ്യുക. കണ്ടോ, ഈ പാറ്റേൺ കണ്ടോ, ഇതാണ് സിംഗിൾ ക്രോഷേ. നമ്മളൊരു ബാഗോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വർക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത് ചെയ്തിട്ടുള്ള സ്റ്റിച്ചിൻ്റെ പേരെന്താണെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞാൽ അതുപോലത്തെ ഒന്ന് ചിലപ്പോൾ നമുക്കും ഉണ്ടാക്കാൻ കഴിയും. ചില മോഡലൊക്കെ നമുക്ക് കാണുമ്പം അത് ചിലപ്പം വെറും പിക്ചറാണെന്നുണ്ടെങ്കിലും നമുക്ക് ചിലപ്പം അത് കണ്ടാൽ നമുക്ക് സ്റ്റിച്ച് അറിയും എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഏത് സ്റ്റിച്ചാണെന്ന് മനസ്സിലാക്കാനും കൂടി പറ്റും. അപ്പം സിംഗിൾ ക്രോഷേ ഇങ്ങനെയാണ് ചെയ്യുക. ഇങ്ങനെ എടുക്കുക. സിമ്പിളാണ്. ചെയിൻ സ്റ്റിച്ചും സിംഗിൾ ക്രോഷേയും പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ചെയ്യാൻ ഈസി ആയിരിക്കും. അപ്പം ഇങ്ങനെ ചെയ്യാം. അപ്പം ഇത് എൻഡിൽ നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതാണ് ഒരൊറ്റ ലെയർ സിംഗിൾ ക്രോഷേ. ഓക്കെ, ഇനി നമ്മൾ ഇതിന് ഒരു 5 ലെയർ സിംഗിൾ ക്രോഷേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ചെയിൻ സ്റ്റിച്ചിന് എങ്ങനെ സിംഗിൾ ക്രോഷേ ചെയ്യണം എന്നുള്ളതാണ് ഫസ്റ്റ് പഠിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് പഠിക്കാനുള്ളതാണ് അടുത്ത സിംഗിൾ ക്രോഷേ ലെവൽ എങ്ങനെ ചെയ്യാം. അപ്പോൾ ഈ
ഒരു ഇവിടെ നമ്മൾ എൻഡ് ചെയ്തു, ഒരു ചെയിൻ സ്റ്റിച്ചും കൂടി കൊടുക്കുക. എപ്പോഴും ലാസ്റ്റ് വരുമ്പോൾ ഒരു ചെയിൻ സ്റ്റിച്ച് എക്സ്ട്രാ കൊടുത്തിട്ട് വേണം തിരിക്കാൻ. തിരിച്ചിട്ട് ഇത് കണ്ടോ, ഈ 2 എണ്ണം വരുന്ന ഒരു സ്റ്റിച്ചാണിത് സിംഗിൾ ക്രോഷയുടെ. ഇതിൻ്റെ നടുവ് കൂടെയാണ് നമ്മൾ എടുക്കേണ്ടത്. എന്നിട്ട് ഇതിനെങ്ങനെ എടുത്തിട്ട് വീണ്ടും മുകളിൽ കണ്ടോ ഇങ്ങനെ 2 എണ്ണം വരുന്നേ, ഈ 2 എണ്ണം കണ്ടോ, ഇങ്ങനെ ഒരു സ്റ്റിച്ച്, വി സ്റ്റിച്ച് പോലെ ഒരു സ്റ്റിച്ച്. ഇതിൻ്റെ 2ൻ്റെയും അടിയിൽ കൂടെ എടുക്കണം. എന്നിട്ട് അതിനെങ്ങനെ നൂലെടുത്തിട്ട് ഓക്കെ, ഇവിടെ ഒരു ഗ്യാപ്പ് കാണും. ഈ ഗ്യാപ്പ് കണ്ടോ, ഈ ഗ്യാപ്പിൽ ഇങ്ങനെ എടുത്താൽ 2നെ ഒപ്പം കിട്ടും. കണ്ടോ, ഈ സ്റ്റിച്ച് കണ്ടോ, 2 എണ്ണം. കണ്ടോ, ഇങ്ങനെ നമ്മളെപ്പോഴും നൂല് വലിച്ചു പിടിക്കാൻ ശ്രമിക്കുക. എന്നാലേ നമുക്ക് ഇത്ര കറക്റ്റായിട്ട് ഇങ്ങനെ ഗ്യാപ്പില്ലാണ്ട് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ കൈ പിടിക്കുന്നത് ആദ്യത്തെ വീഡിയോയിലുണ്ട്, അതൊക്കെ നോക്കിയിട്ട് ചെയ്യുക. ഇതിങ്ങനെ 2 എണ്ണത്തിനെയും കൂടിയിട്ട് എടുക്കുക. 2 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ നൂലെടുക്കുക. ഇവിടെ ഒരു ഗ്യാപ്പുണ്ട് കണ്ടോ, ഇവിടെ ഇതിങ്ങനെ എടുക്കുക, ഇങ്ങനെ എടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ സിംഗിൾ ക്രോഷേ ചെയ്യുക. ഈ സിംഗിൾ ക്രോഷേ നമ്മൾ ചെയ്തിട്ട് അടുത്ത ലെയറിൽ നമ്മളെപ്പോൾ പോകുമ്പോഴും നമ്മളിതാ ലാസ്റ്റാണ് ഇതിൻ്റെ ലാസ്റ്റ് എത്തിക്കഴിഞ്ഞാൽ ഒരു സിംഗിൾ ക്രോഷേ ഇട്ട് കൊടുക്കുക, തിരിച്ച് പിടിക്കുക. തിരിച്ച് പിടിച്ചതിന് ശേഷം അടുത്തുള്ളത് ഏതാണോ അതിൽ കൊടുക്കണം. അതാണ് ഫസ്റ്റ്. 2ാമത്തേത്, 3ാമത്തേത്, ഇങ്ങനെ പോകണം. അങ്ങനെ എത്ര ലെയർ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. അങ്ങനെ നമ്മൾ ഇപ്പോൾ ഒരു നീളത്തിലുണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതൊരു വലിയ സൈസിലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ബാഗ് പോലെയൊക്കെ നമുക്ക് ഉണ്ടാക്കാം, പെൻസിൽ പൗച്ചൊക്കെ ഉണ്ടാക്കാം. പക്ഷേ തൽക്കാലം ചെറുതാക്കി ഉണ്ടാക്കിയിട്ട് പഠിക്കുക. പഠിച്ചതിന് ശേഷം വലിയ പ്രൊജക്ട്സൊക്കെ ചെയ്യാൻ നോക്കുക. ഒരു 5ഓ 6ഓ ലെയറുള്ള ചെറുത് ഒരു 20 സ്റ്റിച്ചൊക്കെ വരുന്നത് ഫസ്റ്റ് ചെയ്ത് നോക്കുക. അങ്ങനെ ആകുമ്പോഴുള്ളൂ നമുക്ക് അത് കറക്റ്റായിട്ട് പഠിക്കാൻ പറ്റുക. പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഓരോ പ്രൊജക്റ്റ് ചെയ്ത് നോക്കുക. ഒരു സ്റ്റിച്ച് കൊടുക്കുക, ചെയിൻ സ്റ്റിച്ച് കൊടുത്തിട്ട് അടുത്ത ലെയർ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം. ഇങ്ങനെ എത്ര ലെയർ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു സ്റ്റിച്ചാണ്. കണ്ടോ, ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിതുകൊണ്ട് എന്തെങ്കിലും പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കിതിനിപ്പോൾ ഒരു ലൈനിങ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഗ്യാപ്പൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിതുപോലെ തന്നെ ഇതിനെ ഒരു സിപ്പൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ടൊരു ബാഗൊക്കെ ഇതുകൊണ്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ സിംഗിൾ ക്രോഷേ ചെയ്യുന്നത്. ഇല്ല, ഇതിന് 2 സൈഡ് ഉണ്ടായിരിക്കും.
ഇതാണ് നല്ല സൈഡ്. ഇത് ചീത്ത സൈഡെന്ന് നമ്മൾ പറയും, കാരണം അതിൽ സ്റ്റിച്ച് കറക്റ്റായിട്ട് കാണൂല. അപ്പം ഈ സൈഡായിരിക്കും നല്ല വൃത്തിക്ക് കാണുന്ന സൈഡാണ് നല്ല സൈഡ്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ സിംഗിൾ ക്രോഷേ ചെയ്യുക. ഇത് കുറച്ചും കൂടി ചെയ്ത് എത്തിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞാൻ കുറച്ച് തുന്നിയതാണ്. ഇതാ ഇത്രയും വീതിക്ക് തുന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതിലും കൂടുതൽ വീതിയിലൊക്കെ എത്ര ലെവൽ വേണോ, എത്ര വീതി വേണോ അത്രയും വീതിയിലൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. കണ്ടോ, ഇവിടെ ലെവലായിട്ട് വരണം, ഇവിടെയും ലെവലായിട്ട് വരണം. ഇതാണ് മെയിനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. അതിനാണ് നമ്മൾ ഒരു സ്റ്റിച്ച് എക്സ്ട്രാ കൊടുത്തതിന് ശേഷം മാത്രം അത് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇനി ഇത് രണ്ടും ലാസ്റ്റത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നൂലിനിങ്ങനെ ഉള്ളിലൂടെ വലിച്ചിട്ട് ആൻഡ് പ്രോജക്റ്റ് ഈസ് ഫിനിഷ്ഡ്. അപ്പോൾ ഇതാണ് സിംഗിൾ ക്രോഷയുടെ. ഇനി ഇതിൻ്റെ പ്രൊജക്റ്റ് ചെയ്യൂല. സിംഗിൾ ക്രോഷയും ഡബിൾ ക്രോഷയും ഹാഫ് ഡബിൾ ക്രോഷയും ട്രിപ്പിൾ ക്രോഷയും എല്ലാം പഠിച്ചു കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ടുള്ളതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം അതുവരെ അതിനൊക്കെ ഓരോ സ്റ്റിച്ചിന് 2-3 ലെയർ, ഇതുപോലെ 4-5 ലെയർ ചെയ്യുന്നത് നമുക്ക് വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് വെച്ചിട്ട് എന്തെങ്കിലും, ഇപ്പം ഇത് നീളത്തിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെയർ ബാൻഡ് പോലെ നിങ്ങളെ തലയുടെ വീതി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നീളത്തിൽ എത്രയാണോ നിങ്ങൾ അളവെടുക്കുന്നത് ആ അളവിനനുസരിച്ച് ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. ആ ചെയിൻ സ്റ്റിച്ച് ആ അളവിൽ ഇപ്പോൾ ഒരു ടേപ്പ് വെച്ചിട്ടായിരിക്കും നമ്മൾ അളക്കുന്നത്. അപ്പം ഇപ്പം തലയുടെ അളവ് നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ തലാന്ന് വെക്കുക, ഇപ്പോൾ 15 ഉള്ളൂ തലാന്ന് വെക്കുക. അപ്പോൾ നമ്മൾ എത്ര ചെയിൻ സ്റ്റിച്ച് വേണമെന്നുള്ളത് ഇപ്പോൾ ചെയിൻ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നമ്മളത് അളക്കുക, എത്ര ചെയിൻ സ്റ്റിച്ചാണോ എന്നുള്ളത് അളക്കുക. അപ്പം അത്രയും ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക, എത്ര എണ്ണമാണോ അത്രയും. ഇപ്പോൾ ഇത്രയും ചെയിൻ വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും ചെയിൻ കൊടുത്തതിന് ശേഷം നമ്മൾ ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക, അതിന് ശേഷം സിംഗിൾ ക്രോഷേ കൊടുക്കുക. അപ്പോൾ അത് കറക്റ്റായിട്ട് ആ ലെങ്ത്ത് നിങ്ങൾക്ക് കിട്ടും. അത് എത്ര വീതി വേണോ അത്രയും വീതിയിൽ കൊടുത്തതിന് ശേഷം ലാസ്റ്റ് ഈ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ ക്രോഷയുടെ നീഡിൽ കൊണ്ടോ അല്ലെങ്കിൽ വേറെ നീഡിൽ കൊണ്ടോ ഈ നൂല് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ കുറച്ച് ടൈറ്റായിട്ട് എത്രയാണോ നിങ്ങളുടെ തലയുടെ അളവ് അതിൻ്റെ ഒരു ഇഞ്ച് കുറച്ചിട്ടാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ച് നിങ്ങൾക്ക് ലൂസ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ഇഞ്ച് ടു 1 ഇഞ്ച് കുറച്ചിട്ടാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ടൈറ്റായിട്ട് നിൽക്കും. 1/2 ഇഞ്ചാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കംഫർട്ടബിളായിട്ട് ലൂസായിട്ട് നിൽക്കും. അതേ അളവിലെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പം ലൂസായിരിക്കും, അപ്പം അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ലേശം കുറച്ചിട്ട് ഒരു 1/2 ഇഞ്ചൊക്കെ കുറച്ചിട്ടെങ്കിലും എടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അതുപോലെ കയ്യിലിങ്ങനെ കെട്ടുന്ന ബ്രേസ്ലെറ്റ് പോലെ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇതിൽ മുത്തൊക്കെ തുന്നി പിടിപ്പിച്ച് കൊടുക്കുകയൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയിൽ ബ്രേസ്ലെറ്റായിട്ടൊക്കെ നമുക്ക് ഇങ്ങനെ കഫ്, അതുപോലെ എക്സസൈസൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് തുടക്കാനൊക്കെ നമ്മൾ വെക്കുന്ന ഒരു കയ്യിൽ വെക്കുന്ന ഒരു ബാൻഡ് ഉണ്ടല്ലോ, അതുപോലെ നമുക്ക് ചെയ്യാം. അങ്ങനെയൊക്കെ ഇത് പേഴ്സ് ഉണ്ടാക്കാം, ബാഗ് ഉണ്ടാക്കാം, എന്തുവാണെങ്കിലും ഇതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ 3 സ്റ്റിച്ചും എല്ലാ സ്റ്റിച്ചും പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ പ്രൊജക്ട്സ് നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ട് പലതും ചെയ്യാൻ പറ്റും ഒരേ സാധനമാകുമ്പം. ഇപ്പോൾ ഇത് വെച്ചിട്ട് ഇതേപോലെ ഏത് സൈസിലും ഏതിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ആകുമ്പം ചെയ്തു നോക്കാം. അപ്പം ഇതാണ് നമ്മുടെ സിംഗിൾ ക്രോഷേ എല്ലാവരും ചെയ്ത് പഠിക്കാം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.